നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് അനുഭവിച്ചിട്ടുണ്ടോ? ചെറിയ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് മണിക്കൂറുകൾ കടന്നുപോയിട്ടുണ്ടോ? അവസാനം തലവേദനയായി, വയറുവേദനയായി, മനസ്സിനൊരു തളർച്ച, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അല്ലേ? സീരിയസ് ആയിട്ടൊരു കാര്യം പറയട്ടെ. എൻ്റെ ഈ വീഡിയോ കാണുന്ന ഈ വ്യക്തിയോടാണ്. ഓവർ തിങ്കിങ് നിർത്തിയാൽ ജീവിതം പൂർണ്ണമായും മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷേ അതെങ്ങനെ? ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഓവർ തിങ്കിങ് എന്താണ്? ഇതുകൊണ്ട് എന്തൊക്കെ നഷ്ടങ്ങളാണ് നമുക്കുള്ളത്? എന്തുകൊണ്ടാണ് ഓവർ തിങ്കിങ് ചെയ്യുന്നത്? ഇത് നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 4 സ്റ്റെപ്സ് ഉണ്ട്. അതുകൂടെ നോക്കാം. അതുപോലെ തന്നെ എങ്ങനെയാണ് മൈൻഡിനെ ഷിഫ്റ്റ് ചെയ്യുന്നത്? ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം കേട്ടോ. ഓക്കെ. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് മഞ്ജു. റേസ് വിത്ത് മഞ്ജു എന്ന ഈ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്കായിട്ട് തരുന്നത് പേഴ്സണൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ചും ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ചുമുള്ള വീഡിയോസാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ? ഒന്നാമത്തെ കാര്യം എന്താണ് ഓവർ തിങ്കിങ്? ഒരു പ്രശ്നം വന്നാൽ ആവശ്യത്തിലധികം ചിന്തിച്ച് അതിനെ വലുതാക്കി അതുപോലെ വഷളാക്കി കാണുന്ന ശീലത്തെയാണ് ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. അല്ലേ? നമ്മൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് കിട്ടിയാൽ നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കും. എന്തെങ്കിലും ഒരു ചെറിയ കാര്യമേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മളിങ്ങനെ ചിന്തിച്ച് കാട് കയറി 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 അങ്ങനെ പോകും. ആവശ്യമില്ലാത്തതും ഉള്ളതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കും. അല്ലേ? അങ്ങനെ നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കുന്ന പ്രശ്നങ്ങളാണ് കൂടുതലും. ഒരു 80% നടക്കാത്ത കാര്യമാണ്. അല്ലേ? നമ്മളിങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത്. എന്നാൽ ഇനി നടക്കാൻ വല്ല ചാൻസ് ഉണ്ടോ? അതുമില്ല. പക്ഷെ നമ്മളിങ്ങനെ വെറുതെ ചിന്തിച്ചു കൂട്ടും. എന്തിനാണ് ഇങ്ങനെയൊരു ചിന്താഗതി? ഒരു മനസ്സുഖം അല്ലേ? എന്നാൽ അങ്ങനെയല്ല. ഇത് നിങ്ങളെ സാരമായിട്ട് തന്നെ ബാധിക്കും. നിങ്ങളുടെ മനസ്സമാധാനത്തെ നശിപ്പിക്കും. നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതാക്കും. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ മൊമെൻ്റ്, അതായത് പ്രസൻറ്റ് മൊമെൻറ്റ്സ് നമുക്ക് ആസ്വദിക്കാൻ പറ്റാതെ പോകും. അതുപോലെ തന്നെ ഇത് നമ്മുടെ റിലേഷൻഷിപ്പിനെയൊക്കെ വളരെ കാര്യമായിട്ട് ബാധിക്കും. അപ്പോൾ ഓവർ തിങ്കിങ് ചെയ്യുന്ന ഒരാൾക്ക് എപ്പോഴും എന്താണ്, വേറെ എന്തൊക്കെയോ ചിന്തകളായിരിക്കും. അവരെപ്പോഴും റിയാലിറ്റിയിലായിരിക്കത്തില്ല. എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ഇങ്ങനെ പോകും. അല്ലേ? അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല സ്വഭാവമല്ല. അത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് കൊണ്ട് എത്തിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ പരമാവധി ശ്രമിക്കുക അത് നിർത്താൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഓവർ തിങ്കിങ് ചെയ്യുന്നത്? കൂടുതൽ ആൾക്കാരും ഓവർ തിങ്കിങ് ചെയ്യുന്നത് നമ്മുടെ പാസ്റ്റ് മിസ്റ്റേക്കിനെ ഓർത്തിട്ടായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള ഭയം. ഒന്നെങ്കിൽ അങ്ങനെയാകാം. അതുപോലെ തന്നെ സെൽഫ് ഡൗട്ട്. ഒരു പക്ഷേ എനിക്കത് ചെയ്യാൻ പറ്റുമോ? അതെന്നെക്കൊണ്ട് പറ്റുമോ? അങ്ങനെയുള്ള ഒരു ചിന്താഗതിയൊക്കെ ആയിരിക്കാം. പക്ഷേ ഒരു സത്യം മനസ്സിലാക്കണം. ലൈഫിൽ ഒരിക്കലും 100% നമുക്ക് ഒരു കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണണം ഒരു ചിന്താഗതി ഉണ്ടാകണം. അത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ചിന്തിച്ചാലും നമ്മൾ ചിന്തിച്ചില്ലെങ്കിലും നമ്മളുടെ ലൈഫിൽ വരാനുള്ളത് 100% ഉറപ്പായിട്ടും വരും. പിന്നെ എന്തിനാണ് വെറുതെ ചിന്തിച്ചിട്ട് ടെൻഷൻ ഉണ്ടാക്കി വെക്കുന്നത്? വരുമ്പം അതിനെക്കുറിച്ച് ആലോചിച്ചാൽ പോരെ? എന്തിനാണ് നേരത്തെ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ഓരോ കാര്യങ്ങളിൽ എടുത്ത് ചാടുന്നത്? വെറുതെ എന്തിനാണ് തലവേദനയും വയറുവേദനയും ടെൻഷനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത്, അല്ലേ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓവർ തിങ്കിങ് നിർത്തണം. 100% അത് നിർത്തിയാൽ മാത്രമേ നമ്മുടെ ലൈഫ് നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പോൾ ഇത് നിർത്താനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം? ഞാനൊരു 4 പ്രാക്ടിക്കൽ സ്റ്റെപ്പ് പറഞ്ഞു തരാം. നിങ്ങളിത് 4 പരമാവധി ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് അടിപൊളിയായിട്ട് കളറായിട്ട് പോകും കേട്ടോ. ഒന്നാമത്തെ പോയിൻ്റാണ്, നെഗറ്റീവ് ചിന്ത വന്നാൽ അതിനെ വിട്ട് കളയാൻ വേണ്ടി ശ്രമിക്കണം. അതെങ്ങനെയാണ് ചെയ്യുക? അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു നെഗറ്റീവ് ചിന്ത വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ സ്പോട്ടിൽ തന്നെ നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾക്ക് നെഗറ്റീവ് ചിന്ത വരുന്നുണ്ടെന്ന്. അതിന് നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ ഏത് സമയവും ശ്രദ്ധിക്കണം. പിന്നെ ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ളൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ആ ചിന്തയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള 10 ചിന്തകൾ കൃത്യമായിട്ട് ചിന്തിക്കുക. അടുത്ത പോയിൻ്റാണ് മൈൻഡ് എപ്പോഴും ഹാപ്പി ആയിട്ട് വെക്കുക. എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ കാര്യത്തിന് പോലും നമ്മൾ സന്തോഷത്തിലിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. എല്ലാവരും എപ്പോഴും ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. എനിക്കതില്ലല്ലോ, എനിക്കിതില്ലല്ലോ, എനിക്കങ്ങനെയാണല്ലോ, എല്ലാം ഇല്ലല്ലോ, അങ്ങനെയാണല്ലോ, അല്ലേ? ഒന്നും ഇല്ലാത്തതിനെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. ഇനി മുതൽ നമുക്ക് കിട്ടുന്ന ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ കുറേ നാളുകളായിട്ട് ചിലപ്പോൾ നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാത്ത ആൾക്കാരായിരിക്കും. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് വരാൻ വേണ്ടി. അപ്പോൾ എന്ത് ചെയ്യണം? ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ബോധപൂർവം അങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം.
അങ്ങനെ കുറച്ച് നാളിങ്ങനെ ശ്രമിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അത് അങ്ങനെ ആയിത്തീരാൻ വേണ്ടി പറ്റും കേട്ടോ. അടുത്ത പോയിൻ്റാണ്, വേണ്ടാത്ത ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ അത് എഴുതണം. എന്നിട്ടോ ആ പേപ്പർ കൊണ്ടെങ്കിൽ കത്തിച്ച് കളയണം. എഴുതുന്ന കാര്യങ്ങൾ എന്തായാലും നെഗറ്റീവ് ആയിരിക്കുമല്ലോ, അതൊരിക്കലും നിങ്ങൾ എഴുതി കഴിഞ്ഞ് എവിടെയും സൂക്ഷിച്ച് വെക്കുകയോ എടുത്ത് വെക്കുകയോ ചെയ്യരുത്. ആ ചെയ്യുന്ന സമയത്ത് തന്നെ, എഴുതുന്ന സമയത്ത് തന്നെ നിങ്ങളത് കൊണ്ട് കത്തിച്ച് കളയണം. ഓക്കെ. മിക്കവാറും ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് എല്ലാവരും. നമുക്കിതുപോലെ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അന്നേരം ആരെങ്കിലും ഒരാളെ എടുത്ത് ഫോൺ അങ്ങ് വിളിക്കും അല്ലേ. ഫോൺ വിളിച്ചിട്ട് കഴിഞ്ഞതും ഇനി വരാനിരിക്കുന്നതും പ്രഡിക്ഷൻസും അതുപോലെ തന്നെ അങ്ങനെയുള്ള നിങ്ങളുടെ ചിന്തകളും എല്ലാം അങ്ങ് വിളിച്ച് പറയും അല്ലേ. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും നിങ്ങളിലേക്ക് തന്നെ വരുകയുള്ളൂ. അപ്പം എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ലാസ്റ്റ് പോയിൻ്റാണ് അക്സെപ്റ്റൻസ്. എല്ലാത്തിനും പെർഫെക്റ്റ് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ അക്സെപ്റ്റ് ചെയ്യണം. എന്താണ് അക്സെപ്റ്റ് ചെയ്യേണ്ടത്? എല്ലാ കാര്യങ്ങളും എപ്പോഴും പെർഫെക്റ്റായിട്ട് നടക്കില്ല. അതുകൊണ്ട് ചിലപ്പം ചില സമയങ്ങളിലൊക്കെ നമ്മൾ വിചാരിക്കുന്ന അത്രയും എത്തിയില്ലെങ്കിലും കുറച്ചൊക്കെ ഡൗൺ ആകാനുള്ള ചാൻസ് ഉണ്ട്. അത് അക്സെപ്റ്റൻസ്. അങ്ങനെ എന്താണ്, നമ്മൾ നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. അങ്ങനെ അക്സെപ്റ്റൻസ് അങ്ങനെ ഓരോ കാര്യത്തിനും നമ്മൾ അങ്ങനെ കൊടുക്കുമ്പോഴാണ് നമ്മുടെ മൈൻഡ് പിന്നെ ആ ഒരു ലെവലിലേക്ക് വന്നു തുടങ്ങും. അപ്പം എന്ത് സംഭവിച്ചാലും മൈൻഡിന് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ നമ്മളെ അത് ബാധിക്കത്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അക്സെപ്റ്റൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് പോയിൻ്റാണ്, മൈൻഡിനെ എങ്ങനെ ഷിഫ്റ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് ഈ ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞ ഈ പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം? ഞാൻ പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവ് ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ അതിനെ പോസിറ്റീവാക്കി ഷിഫ്റ്റ് ചെയ്യുക. ഒന്ന്, ചെറിയ കാര്യത്തിൽ പോലും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. എന്തൊക്കെ പ്രശ്നങ്ങൾ നമുക്കുണ്ടെങ്കിലും ആ ഒരു പ്രശ്നത്തിലേക്ക് പോകാതെ ചെറിയൊരു കാര്യമുള്ളെങ്കിൽ പോലും അതിൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയുക. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആദ്യം ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും ഇല്ലാത്തതിനെക്കുറിച്ചാണ് ചിന്തിക്കുക. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇന്ന് മുതൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയണം. നന്ദി പറഞ്ഞു തുടങ്ങുമ്പോഴാണ് നമ്മുടെ ലൈഫിലെ അനുഗ്രഹങ്ങളെ നമ്മൾ കാണുന്നത്. മനസ്സിലായോ? അപ്പോഴാണ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നത്, ദൈവമേ ഇത്രയൊക്കെ എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ടല്ലോ, ഇത്രയൊക്കെ കാര്യങ്ങൾ എനിക്കുണ്ടല്ലോ എന്നൊരു ചിന്ത വരണമെങ്കിൽ നമ്മൾ നന്ദി പറഞ്ഞു തുടങ്ങണം. അപ്പം എന്ത് ചെയ്യണം? നന്ദി പറയുക. പിന്നെ ആളുകൾ എന്ത് ചിന്തിക്കും എന്നുള്ളൊരു ചിന്ത, അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ജീവിക്കുന്നു, വേറെ ആൾക്കാരല്ല ജീവിക്കുന്നത് അല്ലേ. അപ്പം അവരെന്ത് ചിന്തിക്കും, ഞാൻ ഇങ്ങനെ ചെയ്താൽ അവരെങ്ങനെ എന്ത് ചിന്തിക്കും, അവരെങ്ങനെയൊക്കെ ആയിരിക്കും അതിനെ എടുക്കുക, അങ്ങനെയുള്ള ചിന്തകളാണ് ഇന്നത്തെ കാലത്ത് കൂടുതൽ ആൾക്കാർക്കും. പക്ഷേ അങ്ങനത്തെ ഒരു ചിന്ത പാടില്ല. ഉറപ്പായിട്ടും അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ എടുത്ത് മാറ്റി അങ്ങ് വെച്ചേക്കണം. കാരണം നമ്മുടെ ലൈഫാണ്, ഒരു ജീവിതമേ ഉള്ളൂ. ആ ജീവിതം അടിച്ച് പൊളിച്ച് നമുക്കിഷ്ടമുള്ള പോലെ നല്ല രീതിയിൽ ജീവിക്കുക. പിന്നെ 5ാമത്തെ പോയിൻ്റാണ്, ഫ്യൂച്ചർ എങ്ങനെയാകും എന്നൊരു ഭയം. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടോ? എന്തിനാണ് ശരിക്കും അങ്ങനെ ഒരു പേടി നിങ്ങൾക്ക്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ ലൈഫിൽ കഴിഞ്ഞു പോയ കാലഘട്ടങ്ങൾ എങ്ങനെയായിരുന്നു? ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും അല്ലേ. ആ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് വന്നതുകൊണ്ടല്ലേ ഇന്ന് ഇവിടം വരെ എത്തിയത്. അപ്പം നിങ്ങൾ ചില്ലറക്കാരാണോ? അല്ല. നിങ്ങൾ വളരെ നല്ല അടിപൊളി ആൾക്കാരാണ്. നിങ്ങൾ നല്ല സൂപ്പറാണ്. അതുകൊണ്ടാണ് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടും അതെല്ലാം തരണം ചെയ്ത് ഇന്ന് ഇതാ നല്ല നെഞ്ചും വിരിച്ചിങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കഴിവാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾ തളരില്ല, നിങ്ങൾ മുന്നോട്ട് പോകും. അതിന് നിങ്ങൾക്ക് നിങ്ങളൊരു ആത്മവിശ്വാസം കൊടുക്കണം. സെൽഫ് ഡൗട്ട് പാടില്ല. നിങ്ങൾ ക്ലിയർ ആയിട്ട് നല്ല രീതിയിൽ എന്താ പറയണ്ടേ, ആത്മവിശ്വാസം നിങ്ങൾക്ക് തന്നെ നിങ്ങൾ കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോവുക. ഒരു പ്രശ്നവും ചിലപ്പം ഒരു പ്രശ്നവും ഇല്ല, നമ്മളിങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാണെങ്കിൽ ജീവിക്കാനൊരു ത്രില്ലൊക്കെ വേണ്ടേ. അപ്പോൾ ഇടയ്ക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരട്ടെ. അപ്പോഴാണ് നമ്മുടെ ലൈഫ് ഒന്ന് കളറായി ആ ഒരു പ്രശ്നത്തിൽ നിന്ന് കര കയറി നമ്മൾ വന്ന് വീണ്ടും അങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴാണ് നമുക്ക് നമ്മുടെ ആ ഒരു വാല്യൂ, നമ്മൾ പ്രശ്നത്തിൽ നിന്ന് കയറി വന്നപ്പോൾ ഉള്ളൊരു പ്രൗഡ് അല്ലേ. അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്നും സാരില്ലെന്നേ, അതൊക്കെ നമുക്ക് ജീവിക്കാനുള്ളൊരു കരുത്താണ്. പിന്നെ പ്രശ്നങ്ങൾ വന്നു എന്ന് വിചാരിച്ച് അതിൽ നിന്ന് നമ്മൾ പഠിക്കുവാണ് വേണ്ടത്. അവിടെ നമ്മൾ വീണു പോകരുത്, ഒന്നും അല്ലാണ്ടായി തീരരുത്. പകരം നമ്മൾ ഓരോ പ്രശ്നത്തിൽ നിന്നും പഠിക്കണം. എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻസ് ഉണ്ട്, അത് നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ ആ പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അതൊരിക്കലും മറന്നു പോകരുത്. പിന്നീട് നിങ്ങൾ അങ്ങനത്തെ ഒരു പ്രശ്നത്തിൽ പോയി ചാടുകയും ചെയ്യരുത്. മനസ്സിലായോ? അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പം ഇന്ന് നിങ്ങൾ തീരുമാനിക്കണം, എന്ത്? ഓവർ തിങ്കിങ് ഇന്ന് മുതൽ നിർത്തും.
പിന്നെയോ ചെറിയ ചെറിയ പ്രാക്ടീസൊക്കെ തുടങ്ങും. പിന്നെയോ നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ തന്നെ കാമാക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെയൊക്കെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ലൈഫ് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവും. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്തെങ്കിൽ ഒരു ലൈക്കും ഒരു ഷെയറും ഒരു കമൻറ്റൊക്കെ തരണം കേട്ടോ. അപ്പം സബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒരു സബും ചെയ്യണേ. അപ്പോൾ കമൻറ്റിൽ നിങ്ങൾ എന്താ പറയേണ്ടതെന്നറിയാവോ? എന്ത് പ്രശ്നമാണ് നിങ്ങളെ കൂടുതലായിട്ടും അലട്ടുന്നത്? നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്യാനുള്ള മെയിനായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെറുതെ ഒന്ന് കമൻറ്റിലിട്. നമുക്കറിയാമല്ലോ എല്ലാവരുടെയും പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നം പോലെയൊക്കെ തന്നെയാണെന്ന്. അപ്പോൾ താങ്ക് യു ഓൾ. ടേക്ക് കെയർ.